ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്ക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലു വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. അപ്പസ്തോലനായ പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് അജ്ഞതയുടെ വ്യാമോഹങ്ങളിൽ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി അനുസരിച്ച് ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, അവർ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായ സുവിശേഷം കേട്ടു. അവർ മാനസാന്തരപ്പെട്ടു, നിത്യജീവൻ്റെ അവകാശികളായി തീർന്നു. മഹാസന്തോഷം. ഇവർ ഒരു കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞവരാണ്. ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം അവർ രാജകീയ പുരോഹിതരും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി സ്വർഗീയ പൗരന്മാരായി തീർന്നിരിക്കുന്നു. ആ മഹാസന്തോഷം ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ സ്വീകരിച്ച ഈ ക്രിസ്തീയ മാർഗം നിമിത്തം ഒരുപാട് സുവിശേഷ വിരോധികൾ ഇവർക്ക് ചുറ്റുമുണ്ട്. അവർ പല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുന്നു. തദ്ഫലമായി ഇവർ സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസ നിമിത്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി പരിശോധനകൾ, 1-2 പരിശോധനയല്ല, അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത്, അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നാനാ പരീക്ഷകളുണ്ട്, പക്ഷേ ഇവർക്കായി സ്വർഗത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്ത ഒരു എറ്റേണൽ ഇൻഹെറിറ്റൻസ് സ്വർഗീയ പിതാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഇവരുടെ ഈ അല്പ പ്രവാസകാലം തീർന്നാൽ കർത്താവിൻ്റെ വരവിൽ ഇവർക്ക് പറഞ്ഞു തീരാത്ത നിത്യാനന്ദം ലഭിക്കും. പക്ഷേ അതുവരെയും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുമ്പോൾ ഇവർക്ക് പല പരിശോധനകളുണ്ട്, എതിർപ്പുകളുണ്ട്, സാത്താൻ്റെ പോരാട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ കള്ളപ്രവാചകന്മാരുടെ ശല്യങ്ങളുണ്ട്. ഇതിൻ്റെ നടുവിൽ വീണു പോകാതെ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി പത്രോസ് 2 ലേഖനങ്ങൾ എഴുതി. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 13 തൊട്ട്. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്. നാനാവിധത്തിലുള്ള പരിശോധനകളുണ്ട്. അങ്ങനെ പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഉറപ്പിക്കുക. അതാണ് പത്രോസിന് കർത്താവ് കൊടുത്ത ദൗത്യം. നീ ഒരു സമയം കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കുവിൻ. പ്രതികൂലങ്ങളിൽ ആടിയുലയാൻ പാടില്ല. വിശ്വാസികൾ ഈ കഷ്ടങ്ങളിലൊന്നും പതറിപ്പോകരുത്. അവർ ഉറച്ചു നിൽക്കണം. അവരുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. വേറെ ഒന്നുകൊണ്ടും പരിശോധന നേരിടുന്ന വിശ്വാസികൾ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പത്രോസ് ഇതേ അധ്യായത്തിൽ പറയുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവുതിർന്നു പോയി. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പത്രോസ് കിഴവിക്കഥകളല്ല പഠിപ്പിച്ചത്. പരിശോധനകളിൽ പതറിപ്പോകാതിരിക്കുവാൻ മാറ്റമില്ലാത്ത വചനമാണ് പ്രസംഗിച്ചത്. നമ്മളും ഇപ്രകാരം തന്നെയാണ് ചർച്ചുകളിൽ വിവിധ പരിശോധനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് മാറ്റമില്ലാത്ത വചനം പറയുകയാണെങ്കിൽ ഏത് പരിശോധനയുടെ മുഖത്തും അവർ പതറിപ്പോവുകയില്ല. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഈ വചനത്താലാണ് ഇവർ വീണ്ടും ജനിച്ചത്. ഈ വചനമാണ് വീണ്ടും ഇവരുടെ ആത്മീയ വളർച്ചയ്ക്കായി പാനം ചെയ്യേണ്ടത്. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവനെന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. വചനമാണ് എല്ലാം. വചനത്താൽ വീണ്ടും ജനനം, ആത്മീയ വളർച്ചയ്ക്കായി വചനം, പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതിരിക്കുവാൻ വചനം, സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ വചനം. വചനത്താലാണ് നാം വീണ്ടും ജനിച്ചത്. അതേ വചനം തന്നെയാണ് നമ്മെ സസ്റ്റെയിൻ ചെയ്യുന്നത്, നമുക്ക് ആത്മീയ വളർച്ച തരുന്നതും. ഈ വചനം മായമില്ലാത്ത പാൽ നാം പാനം ചെയ്യുമ്പോഴാണ്. നമ്മൾ തന്നെ അപ്രകാരം ഉറപ്പ് പ്രാപിച്ചതിന് ശേഷം പ്രതികൂലങ്ങളിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ ഉറപ്പിക്കുക. അത് നമ്മുടെ ദൗത്യമാണ്. ഈ വചനത്താൽ തന്നെയാണ് അവരെ ഉറപ്പിക്കേണ്ടത്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ. ഈ വിശ്വാസികളുടെ പ്രത്യാശ എന്താണ്? ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ഇവർ ഒരു കാലത്ത് ഇവർക്കുണ്ടായിരുന്ന പിതൃപാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ് അനുസരിച്ച് ജീവിച്ചവരാണ്. ജഡമോഹങ്ങളിൽ കഴിഞ്ഞവരാണ്. സത്യം അറിയുകയില്ല. യേശു വരും, യേശു ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ ജീവനുള്ള പ്രത്യാശ, ലിവിങ് ഹോപ്പ്, അതിനെക്കുറിച്ച് ഒട്ടും അറിയാതെ ജീവിച്ചിരുന്ന ഒരു പഴയ കാലം ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ സുവിശേഷം കേട്ടു, ജീവന്റെ വചനം ഇവർക്ക് വീണ്ടും ജനനം തന്നു. ഇവർ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി. ഇപ്പോൾ ഇവർക്ക് ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. യേശു വീണ്ടും വരും. ഈ ദുരിതം നിറഞ്ഞ ലോകത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ശാശ്വതമായ ഭവനത്തിലേക്ക്, ആ പുതിയ ആകാശം, പുതിയ ഭൂമി, അതിലേക്ക് ഞങ്ങളെ ചേർക്കും. ആ പ്രത്യാശ ഇവർക്കുണ്ട്. ഫിലിപ്പിയ ലേഖനം പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. 13-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഇവർ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ആ രക്ഷയുടെ പൂർണ്ണത യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് സംഭവിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ നോക്കി പാർക്കുന്നവരാണ് ഇവർ. അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏക പ്രത്യാശ എങ്കിൽ ഇപ്പോൾ അവൻ നേരിടുന്ന നാനാവിധത്തിലുള്ള പരിശോധന അവൻ്റെ മനസ്സിനെ തകർക്കുകയില്ല. പൗലോസ് പല പരിശോധനയിലൂടെ, എതിർപ്പുകളിലൂടെ കടന്നുപോയി. അദ്ദേഹം സ്വീകരിച്ച ക്രിസ്തു വിശ്വാസം നിമിത്തം ഒട്ടും തന്നെ മനസ്സ് ക്ഷീണിച്ചില്ല. കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേപോലെ തന്നെ നാനാവിധത്തിലുള്ള പരിശോധന നേരിടുന്ന വിശ്വാസികളോട് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഈ ലോകത്തിലെ വസ്തുക്കളിലല്ല, വ്യക്തികളിലല്ല, സംഘടനകളിലല്ല, പ്രസ്ഥാനത്തിലല്ല, യേശുക്രിസ്തുവിൽ തന്നെയാണ് നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെക്കേണ്ടത്. മറ്റേതെങ്കിലും കാര്യത്തിൽ പ്രത്യാശ വെച്ചാൽ നിങ്ങൾ ലജ്ജിതരാകും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് പരിശോധനാ സമയത്ത്, എതിർപ്പിൻ്റെ സമയത്ത് അപ്പോഴും പൂർണ്ണ പ്രത്യാശ കർത്താവിൽ തന്നെ വെക്കണം. രാഷ്ട്രീയ സംവിധാനങ്ങളിലല്ല, രാഷ്ട്രീയ നേതാക്കന്മാരിലല്ല, കർത്താവിൽ തന്നെ
പൂർണ്ണ പ്രത്യാശ അർപ്പിക്കുക. അപ്പോൾ ഒരിക്കലും പരിശോധനകളാൽ ഒരു വിശ്വാസി മുഖം വാടിയിരിക്കുകയില്ല. 14 തൊട്ട്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ. പണ്ട് ഇവർ വിശ്വാസികളായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ജഡമോഹങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത്. ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കാത്ത ഓരോ വ്യക്തിയും സ്വന്തം ജഡമോഹങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. നമ്മളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മോഹങ്ങളാണ് നമ്മെ നിയന്ത്രിച്ചത്. ആ മോഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും. സ്വന്തം മോഹങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യന് ഒരിക്കലും യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ സാധിക്കുകയില്ല. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് വേണം ക്രിസ്തു മാർഗത്തിലേക്ക് വരാൻ. ആ മോഹത്തെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ആത്മാവിനാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലോ ജീവിക്കും. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, പണ്ട് ഇവർ മാതൃകയാക്കിയത് അവരുടെ തന്നെ ദുർമോഹങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ക്രിസ്ത്യാനിയായാൽ ആരെ മാതൃകയാക്കണമെന്ന് പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പണ്ട് അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കിയവരാണ്. ഇനി ആ മോഹങ്ങളെ മാതൃകയാക്കരുത്. ഇവർക്ക് വേണ്ടി ആരാണോ കഷ്ടത സഹിച്ചത്, ഇവർക്ക് വേണ്ടി ആരാണോ രക്തം ചിന്തിയത്, ഇവരുടെ നരകശിക്ഷ മാറ്റുവാൻ പങ്കപ്പാടുകൾ സഹിച്ചവൻ ആരാണ്, ആ ക്രിസ്തുവിൻ്റെ പാതയാണ് ഇനി അവർ പിന്തുടരേണ്ടത്. ഇവരുടെ മാതൃക യേശുക്രിസ്തു, 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 മറ്റാരുമല്ല. മറിയുമോ, മനുഷ്യർ വിശുദ്ധരാക്കിയ വിശുദ്ധന്മാരെന്ന് പറയപ്പെടുന്ന വ്യക്തികളോ ആരുമല്ല. അവർക്ക് വേണ്ടി സഹിച്ചത് ഈ പറയുന്ന കഥാപാത്രങ്ങളല്ല, യേശുവാണ്. യേശു രക്തം ചിന്തി ഇവരെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആ കർത്താവിനെയാണ് ഇവർ മാതൃകയാക്കേണ്ടത്. യേശുവിനെ മാതൃകയാക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ മോഹങ്ങളെ മാതൃകയാക്കി ജീവിക്കേണ്ട കാര്യം വരുന്നില്ല. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. ഇവരെ ആരാണ് വിളിച്ചത്? അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ അനുസരിച്ച് നടന്നിരുന്നവർ, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ പാരമ്പര്യം ജീവിത രീതി അനുസരിച്ച് പോയവർ. അപ്പോൾ ഇവരെ ആരാണ് വിളിച്ചത്? ദൈവമാണ് വിളിച്ചത്. എങ്ങനെയാണ് വിളിച്ചത്? നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല വിളിച്ചത്. പത്രോസോ പൗലോസോ ഇവരോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷം മുഖാന്തരമാണ് ഇന്ന് ഒരുവനെ ദൈവം വിളിക്കുന്നത്. അജ്ഞതയുടെ മോഹങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പിതാക്കന്മാരിൽ നിന്ന് അവന് ലഭിച്ച വ്യർത്ഥമായ പാരമ്പര്യം അനുസരിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നു? സുവിശേഷത്തിലൂടെയാണ് വിളിക്കുന്നത്. സഹോദര, യേശു നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ ക്രിസ്തുവിലൂടെ നിനക്ക് പാപക്ഷമയും സ്വർഗരാജ്യവും ഉണ്ട്. ഈ സുവിശേഷം ഈ വിശ്വാസികൾ കേട്ടപ്പോൾ അനുകൂലമായി പ്രതികരിച്ചു. അപ്പോൾ അവർ ദൈവത്തിൻ്റെ വിളിക്കാണ് അനുകൂലമായി പ്രതികരിച്ചത്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. ഇവരെ വിളിച്ച കർത്താവിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. വിളിച്ചവൻ പരിശുദ്ധനാണ്. പണ്ട് ഇവർ മിഥ്യാമൂർത്തികളെ സേവിച്ചിട്ടുണ്ടായിരിക്കാം.
അവരുടെ ജഡികമോഹങ്ങളനുസരിച്ച് ജീവിച്ചവരാണ്. അന്ന് പരിശുദ്ധി എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിൽ ധാരാളം ആളുകൾ അശുദ്ധിയിൽ ജീവിക്കുന്നു. കാരണം എന്താണ് വിശുദ്ധി അറിയുകയില്ല. വിശുദ്ധി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധനായ ദൈവത്തോട് അടുക്കണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കാതെ നമുക്ക് വാസ്തവത്തിൽ എന്താണ് വിശുദ്ധി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇരുട്ടിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വെളിച്ചത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ മുറിയിലേക്ക് വെളിച്ചം വീശുമ്പോൾ മാത്രമാണ് ഇതാണ് വെളിച്ചമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതുപോലെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തി, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥ വിശുദ്ധി എന്ന് അറിയുകയില്ല. ഇവർ ഒരു കാലത്ത് അജ്ഞതയുടെ വ്യാമോഹം മാതൃകയാക്കി പോയവരാണ്. അന്ന് ഇവർക്ക് പരിശുദ്ധി എന്താണെന്ന് അറിയുകയില്ല. അവരുടെ ജഡമാണ് അവരെ അന്ധകാരത്തിൽ തളച്ചിട്ടിരുന്നത്. അതുപോലെ അവരുടെ ജീവിത പാരമ്പര്യവും അവരുടെ പിതാക്കന്മാരിൽ നിന്ന് തലമുറ തലമുറയായി അവർക്ക് കിട്ടിയ വചനവിരുദ്ധങ്ങളായ ചില പാരമ്പര്യങ്ങൾ. ഇന്ന് പാരമ്പര്യങ്ങളിൽ അഭിമാനിക്കുന്ന പലരുമുണ്ട്, അറിയായ്മ കൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ളവരെ വിളിച്ചു, കർത്താവ് വിളിച്ചു, പരിശുദ്ധനായ ദൈവം വിളിച്ചു. ദൈവത്തിൻ്റെ വിളി ഒരു വ്യക്തിക്ക് ലഭിക്കുക, അജ്ഞതയുടെ വ്യാമോഹത്താൽ ബന്ധിതനായി കഴിയുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധനായ ഏകസത്യ ദൈവം വിളിക്കുക, അതെത്രയോ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ആ വിളി ഇവർ കേട്ടു, അനുകൂലമായി പ്രതികരിച്ചു, യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു, ഇവരുടെ ദുർമോഹങ്ങളെ ഇവർ മാറ്റി. ഇപ്പോൾ ഇവർ സ്നാനപ്പെട്ടവരാണ്, രാജകീയ പുരോഹിതരാണ്, ദൈവമക്കളാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതെന്താണ്? ഇവരെ വിളിച്ച ദൈവം പരിശുദ്ധനായതുകൊണ്ട് ഇവർ വിശുദ്ധിയിൽ ജീവിച്ചേ പറ്റൂ. പണ്ട് ഇവർക്ക് ദൈവത്തിൻ്റെ വിളി, പരിശുദ്ധി ഇതൊന്നും അറിയുകയില്ല. അന്ധകാരത്തിൽ സ്വന്തം മോഹങ്ങളനുസരിച്ച് ജീവിച്ചവരാണ്. ഇവർക്കൊരു നല്ല ഇടയൻ ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ വിളിച്ച കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് എല്ലാ നടപ്പിലും പരിശുദ്ധരായിരിക്കണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വീണ്ടും സിസ്റ്റർ ഇതേ വചനങ്ങൾ രേഷ്മ സിസ്റ്റർ ഒന്ന് വായിക്കാം. 13 തൊട്ട് 17 വരെ ഒന്ന് വായിക്കാം. 1 പത്രോസ് 1 അധ്യായം 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ടു നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിവീൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അവൻ പരിശുദ്ധനല്ല. തികഞ്ഞവരെ, എല്ലാം കൊണ്ടും പൂർണ്ണത പ്രാപിച്ച വ്യക്തികളെയല്ല ദൈവം വിളിക്കുന്നത്. ലോകത്തിൽ ബലഹീനരായവരെ, കുലഹീനരായവരെ, ഏതുമില്ലാത്തവരെ, ഒന്നും പ്രശംസിക്കാനില്ലാത്തവരെ ദൈവം വിളിക്കുന്നു. എന്നിട്ട് ദൈവം അവർക്ക് സൗജന്യമായി മഹാഭാഗ്യ പദവികൾ നൽകുകയാണ്. രക്ഷയിലേക്ക് വന്ന വീണ്ടും ജനിച്ച നമുക്കാർക്കും തന്നെ നമ്മുടെ പഴയ പാരമ്പര്യം ഓർത്ത് അഭിമാനിക്കാനില്ല. ഒരുപാട് പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ചു എന്നുള്ളതല്ലാതെ നമുക്കൊരു തറവാട്ട് പാരമ്പര്യവും സഭാ പാരമ്പര്യവും ഇല്ല. ഒന്നിലും പ്രശംസിക്കാനില്ല. നമുക്ക് ഇപ്പോൾ പ്രശംസിക്കാനുള്ളത് കർത്താവിൽ മാത്രമാണ്. നമ്മുടെ മാതാപിതാക്കളിലോ സഭയിലോ
സഭാ സംഘടനയിലോ ജാതിയിലോ മതത്തിലോ പണത്തിലോ ഒന്നിലുമില്ല. ഒന്നുമില്ലാത്ത നമ്മെ പരിശുദ്ധനായ കർത്താവ് വിളിച്ചു, നീതീകരിച്ചു. അവിടുത്തെ രക്തത്താൽ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. രാജകീയ പുരോഹിതരും വിശുദ്ധ വംശവും തെരഞ്ഞെടുക്കപ്പെട്ട ജനതയുമാക്കി. ഇത് ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവും കൃപയും എത്രത്തോളമുണ്ട്, അതിന് തെളിവാണ് നാം ഓരോരുത്തരും. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ ആത്മീയമായി അനന്ത ഭാഗ്യ പദവികൾ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ നേരെ കാണിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സ്നേഹത്തിനൊന്നും, ദൈവസ്നേഹത്തിനൊന്നും നമ്മൾ യോഗ്യരല്ല. എന്നിട്ടും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പണ്ട് നമ്മളെ നിയന്ത്രിച്ചിരുന്ന ദുർമോഹങ്ങളെ മാതൃകയാക്കാതെ നമുക്കൊരു നല്ല ജീവിത മാതൃക കാണിച്ച ക്രിസ്തുവിനെ പിന്തുടരുക. യേശു ക്ഷമിച്ചു, യേശു സഹിച്ചു, വിട്ടുകൊടുത്തു. യേശു സൗമ്യനാണ്. ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക. അപ്പോഴാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. യേശുവിൻ്റെ ജീവിതം മനസ്സിലാക്കാതെ യഥാർത്ഥ വിശുദ്ധി എന്താണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അനുസരണമുള്ള മക്കൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ആരാണോ ഇവരെ വിളിച്ചത് ആ കർത്താവിനെ അനുസരിക്കണം. ആരാണോ ഇവർക്ക് വേണ്ടി ക്രൂശിൽ പാടുപെട്ട് മരിച്ചത് അവർക്ക് വേണ്ടി ആ കർത്താവിനെ അനുസരിക്കണം. ഇവർക്ക് നല്ലൊരു ജീവിത മാതൃക കാഴ്ചവെച്ചത് ആരാണോ ആ കർത്താവിനെ അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? ഭാഗികമായിട്ടല്ല, എല്ലാ നടപ്പിലും. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും. നടപ്പ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. എല്ലാ പ്രവൃത്തികളിലും വിശുദ്ധരാകുവിൻ. കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ, വ്യക്തിജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സുവിശേഷ വേലയിൽ, സംസാരത്തിൽ, ചിന്താമണ്ഡലത്തിൽ, കൊടുക്കൽ വാങ്ങൽ, ജീവിതത്തിലെ സകല മേഖലകളിലും പരസ്യവും രഹസ്യവുമായ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകണം. കാരണം എന്താണ്? നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. ലോകത്തിൽ അനേക ഭക്തന്മാർ ദുഷ്ടത ചെയ്യാറുണ്ട്, മ്ലേച്ഛത ചെയ്യാറുണ്ട്. കാരണം അവർ ആരാധിക്കുന്ന ദൈവമെന്ന് പൂജിക്കുന്ന കഥാപാത്രങ്ങളും പല ക്രൂരതകളും മ്ലേച്ഛതകളും ഒക്കെ ചെയ്തവരാണ്. ചതിയും മ്ലേച്ഛതകളൊക്കെ ചെയ്ത ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ ആ ഭക്തർക്കും അത്തരത്തിലുള്ള സ്വഭാവം കൈവന്നാൽ അതിൽ അത്ഭുതമില്ല. പക്ഷേ നാം ആരാധിക്കുന്നത് പരിശുദ്ധനായ കർത്താവിനെയാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. കേവലം പ്രതീക്ഷിക്കുക മാത്രമല്ല, കൽപ്പനയാണ്. അതെന്താണ്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ നടപ്പിലും പ്രവൃത്തികളിലും വിശുദ്ധരാകണം. ഒരു സജഷനല്ല, പിന്നെയോ അതൊരു കൽപ്പനയാണ്. ഈ കൽപ്പന എങ്ങനെ പാലിക്കും? അതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ കൽപ്പനകൾ പാലിക്കുവാൻ ദൈവം ആത്മശക്തി തന്ന് നമ്മളെ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ യേശുവിന് പാലിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ യേശു നമ്മിലുണ്ട്. യേശു നമ്മിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം. യേശു ക്ഷമിച്ചതുപോലെ, യേശു സഹിച്ചതുപോലെ, യേശു സംസാരിച്ചതുപോലെ എല്ലാ മേഖലകളിലും യേശുവിനെ മാതൃകയാക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തെയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് ചില സംഘടനകളിൽ മരിച്ചുപോയ ചിലരെ വിശുദ്ധരാക്കാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാധ്യസ്ഥതയാൽ 2 അത്ഭുതങ്ങൾ നടന്നാൽ മതി, അപ്പോൾ വിശുദ്ധരാക്കാം. അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഈ ലോകത്തിലുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ. പക്ഷേ
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല. പിന്നെ എന്താണ്? 21 വാക്യം. അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. ആ നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. 2 പത്രോസ് 2:21 വായിച്ചത്. അതുകൊണ്ട് വീണ്ടും നാം ധ്യാനിക്കുന്ന വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അനുസരണമുള്ള മക്കൾ. യേശു നല്ല ഇടയനാണ്. യേശുവിൻ്റെ ആട്ടിൻപറ്റം യേശുവിനെ അനുസരിക്കുന്ന ആട്ടിൻപറ്റമാണ്. മത്സരിച്ച് സ്വന്തം വഴിക്ക് പോകുന്നവർ യേശുവിൻ്റെ ആട്ടിൻ കൂട്ടത്തിലില്ല. ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാളും നശിക്കുകയില്ല. കള്ളയിടയന്മാരുടെ പിന്നാലെ അവർ പോവുകയില്ല. നല്ല ഇടയനെ അനുഗമിക്കുന്നവർ ഒരിക്കലും കള്ളയിടയന്മാരുടെ പിന്നാലെ പോവുകയില്ല. ക്രിസ്തു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാടായി ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് ക്രിസ്തുവിൻ്റെ പാത അനുഗമിക്കുന്ന ഒരു ആട്ടിൻ കുഞ്ഞിനാണ് ഈ ദൈവരാജ്യം, സ്വർഗരാജ്യമുള്ളത്. സ്വന്തം മോഹങ്ങളനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കല്ല. വലിയ സംഘടനയിലെയോ സഭയിലെയോ നേതാവായാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. അങ്ങനെയല്ല. നേതാവാകുന്നത്, പാസ്റ്ററാകുന്നത് തെറ്റല്ല. പക്ഷേ യേശുവിനെ എല്ലാ നടപ്പിലും അനുസരിക്കുന്ന വ്യക്തികളാണ് അവിടുത്തെ മുമ്പാകെ താഴ്മയോടെ നടക്കുന്നവരാണ് നിത്യരാജ്യം അവകാശമാക്കുന്നവർ. അതുകൊണ്ട് അപ്പസ്തോലനായ പത്രോസിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഒരുപക്ഷെ ഈ വിശ്വാസികളോട് അവർ വിശ്വാസികളല്ലായിരുന്ന കാലത്ത് സുവിശേഷം പറഞ്ഞത് പത്രോസ് ആയിരിക്കാം. ഇപ്പോൾ ഇവർക്ക് വിശ്വാസികളായതിൻ്റെ പേരിൽ ഉപദ്രവങ്ങളുണ്ട്. പക്ഷേ ഇവരിൽ ആരും നഷ്ടപ്പെടരുത്. എല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തണം. പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ പാടില്ല. കള്ളപ്രവാചകന്മാരും ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു വിശ്വാസികളെ കലക്കുവാൻ. അവരാൽ സ്വാധീനിക്കപ്പെടരുത്. രക്ഷയിലേക്ക് വന്ന ഇവരെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകണം. അതുകൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തുക. അതിനു വേണ്ടിയാണ് ഈ തിരുവചനത്താൽ സമൃദ്ധമായ ലേഖനം, 2 ലേഖനങ്ങൾ പത്രോസ് എഴുതിയിരിക്കുന്നത്. ഇവർ കേവലം വിശ്വാസികളായാൽ മാത്രം പോരാ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇനി ഇവരുടെ പ്രവൃത്തിയും ശരിയാകണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. 16 വാക്യം വായിക്കാം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പരിശുദ്ധനായൊരു ദൈവത്തിന് മാത്രമേ ഇങ്ങനൊരു കൽപ്പന കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ധാരാളം മ്ലേച്ഛത ചെയ്ത ദൈവമെന്ന് കരുതുന്ന സങ്കല്പങ്ങൾക്കൊന്നും തന്നെ തൻ്റെ ഭക്തരോട് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. ആക്രമിക്കാനും മ്ലേച്ഛത പ്രവർത്തിക്കാനും കൂട്ടുനിൽക്കുന്ന ഒരു മിഥ്യാമൂർത്തിക്ക് തൻ്റെ ഭക്തരോട് വിശുദ്ധരായി നിങ്ങൾ ജീവിക്കണം, ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, ഇതൊന്നും പറയാൻ സാധിക്കുകയില്ല. പിന്നെയോ ആ മിഥ്യാമൂർത്തിയുടെ സ്വഭാവത്തെ അനുകരിക്കാനേ ആ ഭക്തന് സാധിക്കൂ. അതുകൊണ്ടാണ് ലോകത്തിൽ മതഭക്തർ എന്ന് പറയുന്നവരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. മറ്റുള്ളവരെ ആക്രമിക്കുന്നു, കൊല്ലുന്നു, മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മതഭക്തരാണ് കൂടുതൽ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. കാരണം സത്യദൈവത്തെ അല്ലാതെ തെറ്റായ ഏതോ ഒന്നിനെ ആരാധിച്ചാൽ അവിടെ വിശുദ്ധിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ക്ഷമ, സ്നേഹം, ദൈവിക ഗുണങ്ങളൊന്നും അത്തരം ഭക്തന്മാരിൽ കാണുകയില്ല. നമ്മളും ഒരു കാലത്ത് അജ്ഞതയുടെ വ്യാമോഹങ്ങൾ അതിനിരകളായി ജീവിച്ചവരാണ്. എന്നാൽ യേശു നമ്മെ വിളിച്ചു, സുവിശേഷത്താൽ വിളിച്ചു, നമുക്ക് വീണ്ടും ജനനം തന്നു. ഇനി നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതെന്താണ്?
പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഒരു ഓപ്ഷൻ നമുക്കില്ല. ഇത് അശുദ്ധിയാണ്. ഇതെൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് എത്ര സുഖം കിട്ടുന്നതായാലും എത്ര ലാഭം കിട്ടുന്നതായാലും ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത ഈ അശുദ്ധ കാര്യം ഞാൻ ചെയ്യുകയില്ല. മറ്റാരും കാണാനില്ല, മറ്റാരും അറിയുകയില്ല. പക്ഷേ ഞാൻ ഈ മ്ലേച്ഛത പ്രവർത്തിക്കുകയില്ല. എൻ്റെ കർത്താവ് എല്ലാം അറിയുന്നുണ്ടല്ലോ. പൊത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ പാപം ചെയ്യുവാൻ നിർബന്ധിക്കുകയാണ്. വേറെ ആരുമില്ലെങ്കിലും യോസഫിനൊരു കാര്യം അറിയാം. ആ മുറിയിലും പരിശുദ്ധനായ കർത്താവുണ്ട്. ആ ദൈവത്തിൻ്റെ കൺമുന്നിൽ വെച്ച് ഈ മ്ലേച്ഛത എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? പാപം ചെയ്യുവാൻ സ്ത്രീ പ്രേരിപ്പിക്കുന്നു. അവൻ ഓടിപ്പോവുകയാണ്. കാരണം പരിശുദ്ധനായ ദൈവമാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം ഉണ്ട്. യോസഫിനെ വീഴ്ത്തുവാൻ ആ സഹോദരിയിലെ ദുരാത്മാവിന് കഴിഞ്ഞില്ല. പിശാച് മുഴുവൻ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നവനുമാണ്. ഒരു വിശുദ്ധ കാര്യം പോലും പിശാചിലില്ല. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പഴയ നിയമത്തിലെ കൽപ്പന തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് യാതൊരു മാറ്റവുമില്ല. വിശുദ്ധിയുടെ കൽപ്പനകൾക്ക് മാറ്റമില്ല. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 17-ാം വാക്യം വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. 1 പത്രോസ് 2-ാം അധ്യായം 17 തൊട്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. മുഖപക്ഷം കൂടാതെ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് യാക്കോബ് അപ്പസ്തോലനും പറയുന്നുണ്ട്. ദൈവസഭയിലേക്ക് നല്ല വിശേഷ വസ്ത്രം അണിഞ്ഞ മോതിരമണിഞ്ഞ വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണനയും, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരുവൻ സഭയിലേക്ക് വരുമ്പോൾ അവനോട് അവജ്ഞയും. മുഖപക്ഷം പാടില്ല. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുകൊണ്ട് നമുക്ക് മുഖപക്ഷം പാടില്ല. പണമുള്ളവർക്ക്, സൗന്ദര്യമുള്ളവർക്ക്, സ്ഥാനമാനം ഉള്ളവർക്ക് കൂടുതൽ സ്വീകരണങ്ങളും ഇതൊന്നുമില്ലാത്തവർക്ക് അവഗണനയും അത് ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷേ നാം ആരാധിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് നമുക്കും മുഖപക്ഷം പാടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, അംഗീകരിക്കുവാൻ, ആദരിക്കുവാൻ കഴിയണം. ദൈവസഭയിൽ അതുണ്ടാകണം. ജാതി വ്യവസ്ഥ അവിടെ ഇല്ല. ഒരേ പിതാവിൻ്റെ മക്കളാണ്. ധനവാൻ വിശ്വാസത്തിലേക്ക് വന്നാലും ദരിദ്രൻ സ്നാനം സ്വീകരിച്ചാലും എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്. ഒരേ ആത്മാവിനെ പ്രാപിച്ചവരാണ്. ഒരേ സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കുന്നവരാണ്. നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരിക്കാം, വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തികൾ സഭയിലുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. ലോകത്തിൽ ഉച്ചനീചത്വങ്ങൾ പല മേഖലകളിലും കാണാൻ സാധിക്കും. അതില്ലാത്ത ഒരിടം ദൈവസഭയാണ്. കാരണം ദൈവമക്കളുടെ പിതാവിന് മുഖപക്ഷമില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. പണ്ട് ഇവരുടെ അജ്ഞാനകാലത്ത് അവരെ നിയന്ത്രിച്ചിരുന്ന മോഹങ്ങളുടെ അടിമകളായി പാപം ചെയ്ത് ജീവിച്ചിരുന്ന കാലത്ത് സ്നേഹവാനായ സ്വർഗീയ പിതാവിനെ ഇവർക്കറിഞ്ഞുകൂടാ. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാമോ? അക്കാര്യം പോലും അറിയുകയില്ല. എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഇവർ സുവിശേഷം കേട്ടു, ദൈവപുത്രനിൽ വിശ്വസിച്ചു, യേശു ഇവരെ വീണ്ടെടുത്തു. അപ്പോൾ യേശുവാണ് ഇവരെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കിയത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനാൽ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ഏവർക്കും ദൈവത്തെ ആബാ, പിതാവേ എന്ന് വിളിക്കാം. അത് മഹാഭാഗ്യ പദവിയാണ്. ജീവിക്കുന്ന ദൈവത്തെ സ്വന്തം അപ്പ എന്ന് വിളിക്കാൻ കഴിയുക, ദൈവമക്കളാകുവാൻ സാധിക്കുക. വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ഏകസത്യ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. യേശു ക്രിസ്തുവാണ് നമുക്ക് ഈ പുത്രത്വ പദവി തരുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവമക്കളാകുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇവർ പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷഭേദം പാടില്ല. പണ്ട് ഇവരുടെ അജ്ഞാനകാലത്ത് ഇവർ ചെയ്തിരുന്ന, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവർ ചെയ്തിരുന്ന പാപങ്ങളിലേക്ക്, ദുർമോഹങ്ങളിലേക്ക് ഒരിക്കലും ഇവർ തിരിയാൻ പാടില്ല. ഇവരുടെ സ്വർഗീയ പിതാവ് ഇവരെ സ്വന്തം മക്കളായി സ്വീകരിച്ചതുകൊണ്ട്, ആ സ്വർഗീയ പിതാവ് പരിശുദ്ധനായതുകൊണ്ട് എല്ലാ നടപ്പിലും ഇവർ വിശുദ്ധരാകണം. അവർക്ക് മാത്രമല്ല, ഈ ലേഖനത്തിൽ പറയുന്ന ഓരോ വാക്യങ്ങളും ഇന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക്, നമുക്കോരോരുത്തർക്കും ബാധകമാണ്. കാരണം വചനത്തിന് മാറ്റമില്ല. പത്രോസ് ഇതേ ലേഖനത്തിൻ്റെ അവസാനം, ഇതേ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. പത്രോസ് എഴുതിയത് മാനുഷിക വചനങ്ങളല്ല, 2 ലേഖനങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ദൈവത്തിൻ്റെ വചനങ്ങളാണ് പത്രോസ് എഴുതിയത്. ഇത് എഴുതിയ പത്രോസ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം മരിച്ചു, ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഇതിൻ്റെ ലേഖനകർത്താവ് മരിച്ചെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾക്ക് മരണമില്ല. കാരണം പത്രോസിൻ്റെ ലേഖനമാകട്ടെ, പൗലോസിൻ്റെ ലേഖനമാകട്ടെ, ഇത് പത്രോസിൻ്റെയോ പൗലോസിൻ്റെയോ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളല്ല. ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അവർ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പത്രോസ് മരിച്ചാലും പൗലോസ് മരിച്ചാലും അവരെഴുതിയ ലേഖനങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. രാഷ്ട്രീയ പ്രസംഗമല്ല, ഏതോ തത്വസംഹിതയല്ല. പിന്നെയോ എന്താണ് പ്രസംഗിച്ചത്? കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. 17-ാം വാക്യത്തിൽ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്ക വിധം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. നിങ്ങളുടെ പ്രവാസകാലം. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പ്രജകളായി തീരുകയാണ്. പത്രോസ് പറയുന്നുണ്ട് 2-ാം ലേഖനത്തിൽ, ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തി വെന്തഴിഞ്ഞു പോകും. എന്നാൽ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി കർത്താവ് സൃഷ്ടിക്കും. അതുകൊണ്ട് ദൈവമക്കളാകുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമി നമ്മുടെ താൽക്കാലിക പാർപ്പിടമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഈ ഭൂമിയിലെ ജീവിതം 70 വർഷമായിരിക്കാം, 50 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അല്പകാലമാണ്. അത് പ്രവാസകാലം. 2-ാം അധ്യായത്തിലും അക്കാര്യം പറയുന്നുണ്ട്. 1 പത്രോസ് 2:11 വായിക്കാം. 1 പത്രോസ് 2:11. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്നോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്
പത്രോസ് അവരുടെ എഴുതിയ ഇടയിൽ ഒന്നാം ലേഖനം പാടും. 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. പത്രോസ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് പ്രിയമുള്ളവരെ. ഓരോ വിശ്വാസിയും പത്രോസിന് പ്രിയപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ ഒരു കാര്യം അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു കൊടുത്തു. വിശ്വാസികളെ, ഈ ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. ഈ ഭൂമി സ്ഥിരമല്ല. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. അതിനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ ഭൂമിയിലല്ല നിങ്ങൾ വേരുറപ്പിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ അന്യരാണ്, പരദേശികളാണ്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട് ഇന്നത്തെ ഏതെങ്കിലും ഒരു വ്യാജ പ്രവാചകൻ വന്നിട്ട് നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നിനക്ക് ധാരാളം വസ്തുവകകളും ധാരാളം സ്ഥാനമാനങ്ങളും വാഹനങ്ങളുമൊക്കെ ലഭിക്കാൻ പോകുന്നു എന്ന് ആത്മാവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ വിശ്വാസികൾ അതെല്ലാം തട്ടിക്കളയും. അവർക്കറിയാം, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കൾ അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തിരിക്കുമ്പോഴാണ് ഈ വീടും കാറും ഒക്കെയായിട്ട് ഒരു പ്രവചനക്കാരൻ വന്നിരിക്കുന്നത്. ഇത് തട്ടിപ്പാണെന്ന് അവർക്കറിയാം. കാരണം ഈ ഭൂമി തന്നെ അതിൻ്റെ നിക്ഷേപങ്ങളോടും അതിലെ പണികളോടും കൂടെ കത്തി വെന്തെരിയുവാൻ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആ ഭൂമിയിൽ കുറേ വസ്തുവകകൾ കിട്ടിയിട്ട് എന്താ പ്രയോജനം? പത്രോസ് ഈ വിശ്വാസികളോട് ഒരു കാര്യം പറയുന്നുണ്ട്. 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4 തൊട്ട്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, ഒളിമങ്ങാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കുറേ നിക്ഷേപം കിട്ടും കേട്ടോ, നിങ്ങൾ വീണ്ടും ജനിച്ചാൽ മതി. അങ്ങനെ പത്രോസ് പറഞ്ഞില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറി നിങ്ങൾ വലിയ സമ്പന്നരായി തീരും. നോ, ഭൂമിയിലല്ല നിങ്ങൾക്ക് നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു. ഈ വിശ്വാസികൾക്ക് വേണ്ടി അജ്ഞതയുടെ കാലഘട്ടത്ത് അവരെ നിയന്ത്രിച്ചിരുന്ന പാപങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുന്ന ഈ വിശ്വാസികൾക്ക് വേണ്ടി സ്വീകരിച്ച ക്രിസ്തുവിശ്വാസ നിമിത്തം നിരവധി പരിശോധനകൾ, എതിർപ്പുകൾ അനുഭവിക്കുന്ന ഈ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എവിടെ? ഈ ഭൂമിയിലല്ല, ഏതെങ്കിലും ബാങ്കിലല്ല. പിന്നെയോ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം അല്ലെങ്കിൽ ഒളിമങ്ങാത്ത. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ, പണം കിട്ടിയാലും ഏതാനും ചില വർഷങ്ങൾ മാത്രമല്ലേ അത് അനുഭവിക്കാൻ പറ്റൂ. പക്ഷെ സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം ഇവയില്ലാത്ത ആ ഇൻഹെറിറ്റൻസ് അത് നിത്യമാണ്. എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. അതുകൊണ്ട് ദൈവം ഇവർക്കായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു താൽക്കാലിക നിക്ഷേപമല്ല, എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. അത് സ്വന്തമാക്കണമെങ്കിൽ ഈ ഭൂമി വിട്ട് പോകണം. അത് സ്വന്തമാക്കണമെങ്കിൽ ഈ ഭൂമി സ്വന്തം എന്ന മട്ടിൽ ജീവിക്കരുത്. ഈ ഭൂമിയാണ് എൻ്റെ സർവസ്വവും എന്ന് ചിന്തിച്ച് ഭൂനിക്ഷേപങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടരുത്. പിന്നെയോ ഈ ഭൂമിയിൽ ഞാൻ അന്യനും പരദേശിയുമാണ്, ഈ ലോകം എനിക്ക് യോഗ്യമല്ല, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, സ്വർഗമാണ് എൻ്റെ യഥാർത്ഥ പാർപ്പിടം എന്ന ബോധ്യത്തോടെയാണ് ജീവിക്കേണ്ടത്. ആ ബോധ്യമുണ്ടെങ്കിൽ ഭൂമിയിലെ വസ്തുക്കൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടില്ലല്ലോ. 17-ാം വാക്യം.
മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. എന്തിനെ ഭയപ്പെടണം? ഏതെങ്കിലും ഒരു പാപം ചെയ്യുമോ? ഭയം വേണം. എൻ്റെ വിശുദ്ധ ജീവിതത്തിന് കോട്ടം വരുത്തുന്ന ഒരു നോട്ടമോ പ്രവൃത്തിയോ എന്നിൽ നിന്നുണ്ടാകുമോ? ഭയപ്പെടണം. സകല നടപ്പിലും വിശുദ്ധരാകുവാൻ ദൈവത്തിൻ്റെ കൽപ്പന എനിക്ക് ലഭിച്ചിരിക്കെ എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അശുദ്ധിയുമായി കോംപ്രമൈസ് ചെയ്യുന്നതാണോ? ഭയപ്പെടണം. എന്നെ വിളിച്ച കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി എനിക്ക് ചെയ്യേണ്ടി വരുമോ? ഏതെങ്കിലും ചിന്ത എന്നിലൂടെ കടന്നു വരുമോ? ഭയപ്പെടണം. എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ബന്ധങ്ങൾ, കാര്യങ്ങൾ അതിലെനിക്ക് ഏർപ്പെടേണ്ടി വരുമോ? ഭയപ്പെടണം. ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ദൈവഭയം വേണം. ദൈവഭയമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. ദൈവഭയം നഷ്ടപ്പെട്ടാൽ ഒരു വിശ്വാസി പാപം ചെയ്യാൻ തുടങ്ങും. ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ അവന് വിശുദ്ധിയിൽ നിലനിൽക്കാൻ സാധിക്കൂ. തീർച്ചയായും ദൈവത്തെ ഭയപ്പെടുന്നവൻ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം അവൻ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നിമിത്തം ഒരു വിശ്വാസി അനുഭവിക്കുന്ന വിശേഷ പദവികളെക്കുറിച്ച് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ ധാരാളം ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ദൈവം വിശ്വാസിയെ സമൃദ്ധമായി സ്നേഹിക്കുമ്പോൾ തന്നെ വിശ്വാസി ദൈവഭയമുള്ളവനായിരിക്കണം. ഈ ഭൂമിയിൽ ഞാൻ അന്യനാണ്, പരദേശിയാണ്. എൻ്റെ എല്ലാ നടപ്പിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു സീസൺ വിശുദ്ധ ജീവിതമല്ല. ഞായറാഴ്ച ഭക്തി, മറ്റാറ് ദിവസങ്ങളിൽ ലോകമോഹം, അങ്ങനെയല്ല. 24 അവേഴ്സും, ആഴ്ചയിൽ 7 ദിവസവും, വർഷത്തിൽ 365 ദിവസവും എല്ലാ നടപ്പിലും വിശുദ്ധി. അത് അധികപ്പറ്റല്ല. അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കും. 18ഉം 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ആ പാട്ടൊന്ന് നമുക്ക് പാടാം. കുഞ്ഞാട്ടിൻ ശുദ്ധ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതിക്കും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സെല്ലാം സ്തുതിക്കും രക്തത്താൽ ഞാൻ ശുദ്ധനായി തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ തന്നെ ഓടും ലഭിക്കും നിശ്ചയം ശത്രുക്കൾ രാജൻ കയ്യിൽ നിന്നും
ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും ഭാഗ്യകാലമോർക്കുമ്പോൾ ദൂതന്മാരുടെ കൊള്ളും മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു ഈ എൻ ലോകസുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം നിത്യമാം രാജ്യത്തിൽ അങ്ങ് ഞാൻ പാടിടും രാജൻ എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി വന്യരായി രക്തത്തിൻ ഫലമായി വാഴ്ത്തി സ്വർഗ്ഗത്തിൽ കോടി 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 വന്യരായി വന്യരായി ചേർന്നിടും എൻ ക്ലേശമാകുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും പ്രാപിക്കും അങ്ങ് എൻ ശത്രുവിനെ പാൻ പാടില്ല ആനന്ദം കൂടിയിടും താനന്ദം പാടിയിടും യേശു രാജൻ മുൻപാകെ ആനന്ദം കൂടിടും ആനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ കുഞ്ഞാട്ടിൻ തീരു രക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ശങ്കിലെ ശുദ്ധരക്തത്താ ഞാൻ ജയം പാടിയിടും മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും 18-ാം വാക്യം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19-ാം വാക്യം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവർ മറന്നുപോയിട്ടില്ല. പണ്ട് ഞങ്ങൾ ആരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ആരായി തീർന്നിരിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തത് ആരാണ്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അത് മറന്നുപോയിട്ടില്ല. ആരാണ് ഇവരെ രക്ഷിച്ചത്? മറന്നുപോയിട്ടില്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പ്, ജീവിത രീതി, ട്രഡീഷൻ. പലരും പാരമ്പര്യത്തിൽ അഭിമാനിക്കാറുണ്ട്. പക്ഷേ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ വീട്ടിൽ വസിക്കുകയില്ല, പുത്രനെ വസിക്കുകയുള്ളൂ. എത്ര വലിയ തറവാട്ട് പാരമ്പര്യം പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ ആർക്കും കടക്കാൻ പറ്റില്ല. വലിയ സഭാ പാരമ്പര്യത്തിൽ അഹങ്കരിച്ചാലും പണത്തിൽ അഹങ്കരിച്ചാലും അഭിമാനിച്ചാലും അതൊന്നും ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല. ഇവിടെ പത്രോസ് പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. ഈ പത്രോസിന് ഒരു പാരമ്പര്യം പറയാനുണ്ടായിരുന്നു. അദ്ദേഹം യഹൂദനായിരുന്നു. മറ്റു ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി മതപാരമ്പര്യത്തിൽ ഏറ്റവും പ്രശംസിച്ചിരുന്ന വിഭാഗം യഹൂദന്മാരാണ്. പൗലോസ് തൻ്റെ യഹൂദ മത പാരമ്പര്യത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 3 പറയുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ലഭിച്ചപ്പോൾ
അതുവരെ ലാഭമായി കരുതിയ തൻ്റെ മതപാരമ്പര്യം ഛേദമായി, നഷ്ടമായി, ഉച്ഛിഷ്ടമായി എണ്ണി. പാരമ്പര്യത്തിന് യാതൊരു വിലയുമില്ല എന്നുള്ള കാര്യം പൗലോസ് മനസ്സിലാക്കി, പത്രോസ് മനസ്സിലാക്കി. പത്രോസ് യഹൂദനായിരുന്നെങ്കിലും ക്രിസ്ത്യാനിയായപ്പോൾ യഹൂദ മര്യാദ പ്രകാരമല്ല ജീവിച്ചത്. ഇനി ക്രിസ്ത്യാനിയായിട്ടും യഹൂദ മര്യാദ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അത് വലിയ തിന്മയാണ്. പൗലോസ് ഒരിക്കൽ പത്രോസിനെ എതിർക്കാനുള്ള കാരണവും അതാണ്. പഴയ പാരമ്പര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ശ്രമിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. മനുഷ്യൻ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നത് ഈ പാരമ്പര്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇതെന്നെ നിത്യമായ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ദൈവമക്കൾ കർത്താവിൽ മാത്രമാണ് പ്രശംസിക്കുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ സംഗതി വരരുതേ. അതാണ് ദൈവപൈതലിൻ്റെ മനോഭാവം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച പാരമ്പര്യം, ജീവിത രീതി, ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ പാരമ്പര്യം വിടാൻ പറ്റും? പക്ഷേ ഈ പാരമ്പര്യം എവിടെ ഞങ്ങളെ കൊണ്ടുപോകും എന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ സ്നാനപ്പെടില്ല, ഞങ്ങൾ പ്രതിമാവണക്കം അവസാനിപ്പിക്കില്ല, ഞങ്ങൾ വചനവിരുദ്ധങ്ങളായ ബലികളും വചനവിരുദ്ധങ്ങളായ ആചാരങ്ങളും ജപങ്ങളും ഉപേക്ഷിക്കില്ല. കാരണം തലമുറകളായി പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കൈമാറി കിട്ടിയതാണ് ഈ സഭാ പാരമ്പര്യം. അതുകൊണ്ട് വചനം ഞങ്ങൾ അനുസരിക്കുകയില്ല. സ്വർഗമൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സഭാ പാരമ്പര്യമാണ്. വചനവിരുദ്ധങ്ങളായ ആചാരങ്ങളും ചടങ്ങുകളുമാണ് ഞങ്ങൾക്ക് മുഖ്യം. ഇന്ന് ഈ പാരമ്പര്യത്തിന് വേണ്ടി സ്വർഗരാജ്യം ഉപേക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർ പാരമ്പര്യം ഉപേക്ഷിച്ചവരാണ്. പലരും പറയാറുണ്ട്, എവിടെ നാം ജനിച്ചു വളർന്നുവോ അവിടെ തന്നെ മരിച്ചാൽ മതി. സഭ മാറണ്ട, മതം മാറണ്ട, ഒന്നും മാറണ്ട. എവിടെയാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഏത് സമൂഹത്തിലാണോ സഭയിലാണോ അവിടെ തന്നെ നിൽക്കുക, അവിടെ തന്നെ നിന്ന് മരിക്കുക. സ്നാനപ്പെടേണ്ട, പ്രതിമാവണക്കം മാറ്റേണ്ട, വചനവിരുദ്ധങ്ങളായ പൗരോഹിത്യവും അതിൻ്റെ ഉപദേശങ്ങളും മാറ്റേണ്ട കാര്യമില്ല. എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് മരിച്ചാൽ മതി. കേൾക്കുമ്പോൾ വളരെ സുഖകരമായൊരു ഉപദേശമായി തോന്നും. അതിൻ്റെ പുറകിലുള്ള കെണി എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. നാം എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഏതെങ്കിലും സഭാ നേതാക്കളല്ല തീരുമാനിക്കേണ്ടത്. നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവായ യേശുവാണ് തീരുമാനിക്കേണ്ടത് നാം എവിടെ നിൽക്കണം, ഏത് സഭയിൽ നിൽക്കണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം. കാരണം യേശു നമ്മുടെ കർത്താവായി തീർന്നതുകൊണ്ട് കർത്താവിനാണ് ഈ കാര്യത്തിൽ അധികാരമുള്ളത്, നമുക്കല്ല. ഞാൻ ചത്താലും പാരമ്പര്യം വിടില്ല എന്ന് പറയുമ്പോൾ കർത്താവിനല്ല അവിടെ സ്ഥാനം. അവരുടെ ജീവിതത്തിലെ കർത്താവ് അവർ തന്നെയാണ്. ഇവിടെ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന്, പരിശുദ്ധനായ ദൈവത്തിന് ഒത്ത വിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അനുസരണം. മാറണമെന്ന് പറഞ്ഞാൽ മാറണം, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. സ്നാനപ്പെടണം എന്ന് കൽപ്പനയുണ്ടെങ്കിൽ സ്നാനപ്പെടണം. മർക്കോസ് 16:16 വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിനെ അനുസരിക്കുവാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാതെ രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ലേ? അങ്ങനെ ഒരു മറുചോദ്യമില്ല. വിശ്വസിക്കുക, സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ സുവിശേഷം വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുക. അതാണ് അനുസരണം. മറ്റേത് മത്സരമാണ്. അപ്പം മത്സരിക്കുവാൻ അനേകരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പാരമ്പര്യമാണ്. എന്നാൽ ഈ വിശ്വാസികൾ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ചത് വ്യർത്ഥമായ ജീവിത രീതിയാണ്. ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാരമ്പര്യമാണ് ഞങ്ങളുടെ അപ്പനും അപ്പാപ്പനും അപ്പാപ്പൻ്റെ അപ്പാപ്പനും ഒക്കെ മുറുകെ പിടിച്ചിരുന്നത് എന്നുള്ള സത്യം ഇവർക്ക് മനസ്സിലായി. ഞങ്ങളും അവരെ പോലെ നിത്യനാശത്തിലേക്ക് ഈ പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. സുവിശേഷം ഒരു വ്യക്തിയുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. ഈ പാരമ്പര്യ ബന്ധനം ഭയങ്കര ബന്ധനമാണ്. എന്നാൽ ആ ബന്ധനത്തെ അറുത്ത് മുറിക്കുവാൻ
ജീവനും ചൈതന്യവുമുള്ള ഇരുവായി തലയുള്ള വചനത്തിന്, ഇരുവായി തലയുള്ള വാളായ വചനത്തിന് കഴിയും. ആ വചനമാണ് ഇവരോട് പത്രോസ് പറഞ്ഞത്. കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഈ വചനം ഇവർ കേട്ടപ്പോൾ പല കാര്യങ്ങൾ ഇവരിൽ നടന്നു. ഈ വചനത്താലാണ് ഇവർക്ക് വീണ്ടും ജനനം ഉണ്ടായത്. അത് പത്രോസ് താഴെ പറയുന്നുണ്ട് 23 തൊട്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയൊന്നും ഇവർക്ക് ഒരു കാലത്തും വീണ്ടും ജനനം കൊടുക്കുവാൻ പര്യാപ്തമല്ല. നാശത്തിൽ കെട്ടിയിടാൻ മാത്രമേ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ജീവിത രീതി, വചനത്തിൽ കാണാത്ത ആചാരങ്ങൾ, ജപങ്ങൾ ഒരുവനെ സഹായിക്കുന്നുള്ളൂ. എന്നാൽ ഇവരോട് ജീവന്റെ വചനം പ്രസംഗിച്ചപ്പോൾ കെട്ടുകഥകളല്ല, ഏതെങ്കിലും മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളല്ല, വിജാതീയ വൽക്കരണമല്ല. ഇന്ന് പല സഭകളും വിജാതീയ വൽക്കരണത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്ന സഭകളുമുണ്ട്. പക്ഷെ പത്രോസ് ഇവരോട് പ്രസംഗിച്ചത് ജീവന്റെ വചനമാണ്, എന്നേക്ക് നിലനിൽക്കുന്ന വചനം. ആ വചനം ഇവർക്ക് വീണ്ടും ജനനം നൽകി. മാത്രമല്ല, പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ആ വ്യർത്ഥമായ ട്രഡീഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ അതിശക്തമായ എന്നേക്ക് നിലനിൽക്കുന്ന ജീവന്റെ വചനമാണ്. ഇന്ന് ഈ പാരമ്പര്യം പറയുന്ന പലരും പറയും ബൈബിളൊക്കെ അപൂർണമാണ്, ബൈബിൾ കൊണ്ട് മാത്രം കാര്യമില്ല, ബൈബിളെല്ലാം എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സഭാ പാരമ്പര്യം, വചനവിരുദ്ധമായ പാരമ്പര്യം കൂടി വേണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തിക്ക് യഥാർത്ഥ വീണ്ടും ജനനം സ്വന്തമല്ല. ഫറവോയുടെ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ അവിടെ സത്യദൈവത്തെ വിളിച്ച് അവിടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാനായി സാധിക്കും? ആ ഫറവോയുടെ കോട്ടയിൽ നിന്ന് പുറത്ത് കടന്ന് ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം പറയുന്നത്. എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, അതാണ് ദൈവം കൽപ്പിച്ചത്. ഫറവോയുടെ ആ പാരമ്പര്യ കോട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന അർപ്പിക്കാൻ സാധിക്കും? ആ പാരമ്പര്യ കോട്ട, ഫറവോന്യ കോട്ട തകർത്ത് പുറത്ത് കടക്കുക തന്നെ വേണം. അതിന് ഒരു വില കൊടുക്കേണ്ടി വരും. പക്ഷേ ആ കോട്ടയുടെ അകത്ത് തന്നെ നിന്നാലുള്ള സ്ഥിതി എന്താണ്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇവരെ വീണ്ടെടുത്തു, വില കൊടുത്തു വാങ്ങി. ഒരാളെ കൊള്ളക്കാർ കൊണ്ടുപോയി വീട്ടുകാരോട് പറഞ്ഞു, ഇത്ര കോടി രൂപ തന്നാൽ വിട്ടയക്കാം. വീട്ടുകാർ അത്രയും തുക സംഘടിപ്പിച്ചു. ആ തുകയ്ക്ക് പറയുന്ന പേരാണ് വിമോചന മൂല്യം, വീണ്ടെടുപ്പ് വില. അത് കൊടുത്തപ്പോൾ സ്വതന്ത്രമായി. കർത്താവായ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. പാപത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? ഒരു വലിയ വില കൊടുത്ത് വീണ്ടെടുത്തു. നമ്മളല്ല വില കൊടുത്തത്, യേശുവാണ് വലിയ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത്. പല ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തത് യേശുവാണ്. യേശു എന്ത് വിലയാണ് കൊടുത്തത്? അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ്. പൊന്നിനേക്കാളും വെള്ളിയേക്കാളും മുത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഈ ലോകത്തിലെ സകല ബഹുമതികളെക്കാളും വിലയുള്ളതാണ്, പ്രഷ്യസ് ആണ് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. അതിന് ഒരു വില നിശ്ചയിക്കാൻ മനുഷ്യന് സാധ്യമല്ല, അത്രയും പ്രഷ്യസ് ആണ്. പൊന്നിൻ്റെയും വെള്ളിയുടെയും വിലയൊക്കെ മനുഷ്യന് നിശ്ചയിക്കാൻ പറ്റും. പക്ഷെ ഇത് വിലയിടാൻ പറ്റാത്ത വിധം പ്രഷ്യസ് ആണ്. ആ ബ്ലഡിനാലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇനി നമ്മൾ വെള്ളിയുടെയും പൊന്നാഭരണത്തിൻ്റെയും പുറകെ പോകുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ വിലയേറിയ
കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പൊന്നിനും വെള്ളിക്കൊന്നും നമുക്ക് യാതൊരു സ്ഥാനവുമില്ല. നമ്മൾ ആത്മീയരായി മാറുമ്പോൾ ഈ പൊന്നിൻ കട്ട കണ്ടാലും മണ്ണിൻ കട്ട കണ്ടാലും ഒരുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നുള്ളൂ. കാരണം ഏറ്റവും വിലയുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ രക്ഷയിലേക്ക് വരാത്ത മനുഷ്യർ ഈ ലോകത്തിലെ പൊന്നിനെയും വെള്ളിയെയും സ്ഥാനമാനങ്ങളെയും കാണുന്ന അതേ കണ്ണുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അപ്പസ്തോലനായ പൗലോസ് രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് തൻ്റെ യഹൂദമത പാരമ്പര്യം, അത് വളരെ വിലയുള്ളതായിട്ടാണ് കരുതിയത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, പരീശരിൽ നിന്ന് പിറന്ന പരീശൻ, ഒരുപാട് കാര്യങ്ങൾ ഈ ലോകപ്രകാരം തനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് അറിയാതെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയപ്പോഴോ അദ്ദേഹം എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ നഷ്ടമായി, ഛേദമായി എണ്ണുന്നു. അതുകൊണ്ട് ദൈവമക്കളായ നമുക്ക് ഒരു സ്വർണ്ണാഭരണം മാറ്റിയതിൻ്റെ പേരിൽ നിന്ന് സങ്കടപ്പെട്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനേക്കാളൊക്കെ എത്രയോ വിലയുള്ള ആഭരണമാണ് കർത്താവ് നമ്മളെ അണിയിച്ചിരിക്കുന്നത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയൊക്കെ അഴിയും, തീയിലിട്ടാൽ ഉരുകും, കുറേ നേരം കത്തിച്ചാൽ പിന്നെ അത് ഭസ്മമായി പോകും. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ബോധി വിശ്വാസികൾ കൊണ്ട് ഞങ്ങളിപ്പോൾ ആരാണ്? ഞങ്ങളിപ്പോൾ ദൈവമക്കളായിരിക്കുന്നു. യേശു തൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. പണ്ട് ഞങ്ങൾ അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അടിമകളായി പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച പാരമ്പര്യവും സേവിച്ച് കഴിഞ്ഞവരാണ്. നശിച്ചു പോകേണ്ടവരായിരുന്നു. ക്രിസ്തു ഞങ്ങളെ നാശത്തിൽ നിന്ന് തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തു. അക്കാര്യം മറന്നു പോകരുത്. ഈ വിശ്വാസികൾക്കറിയാം. 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 1:19ഉം 20ഉം വാക്യങ്ങൾ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഓക്കെ. 23-ാം വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല, കേടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പണ്ട് ഇവർക്ക് വീണ്ടും ജനനം എന്നറിയുകയില്ല. പണ്ട് ഇവർക്ക് വീണ്ടും ജനനം എന്താണ് അറിയുകയില്ല. അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ചില പാരമ്പര്യ ഭക്തിയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയത്. അതിലൊന്നും ഈ വീണ്ടും ജനനമില്ല. പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വീണ്ടും ജനനം എന്താണെന്ന് അറിയില്ല. നമ്മൾ പള്ളിയിൽ പോകും, അവിടെ കുറേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, കൂദാശകൾ, അതിൽ ഭക്തിയോടെ പങ്കെടുക്കുക, പിന്നെ പാപം ചെയ്യുക, വീണ്ടും ഭക്തിയോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അവിടെ വീണ്ടും ജനനമില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് വീണ്ടും ജനനം തന്നു. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ എന്താണ് വ്യത്യാസം? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി. ആ പഴയ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ആ വ്യർത്ഥമായ സഭാപാരമ്പര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം ഉപേക്ഷിക്കാൻ പറ്റി. പണ്ട് പൊന്നിനും വെള്ളിക്കും പണത്തിനും ലോകസ്ഥാനങ്ങൾക്കും വലിയ സ്ഥാനമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ അതൊക്കെ ചപ്പും ചവറായിട്ട് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ട്? വീണ്ടും ജനനം വചനത്താൽ വാസ്തവമായി നടന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ മറ്റ് മനുഷ്യർ കാര്യങ്ങളെ കാണുന്നത് പോലെയല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമല്ല. അത് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഈ ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോഴാണ്. വീണ്ടും ജനനം കൂടാതെ ആരും ദൈവത്തിൻ്റെ മക്കളാകുന്നില്ല. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വചനം നമ്മെ കേൾപ്പിച്ച്
ഈ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ വീണ്ടും ജനനം കഴിഞ്ഞ വിശ്വാസികൾക്കാണ് വാസ്തവത്തിൽ ഈ വചനത്തിൻ്റെ, ഈ ലേഖനങ്ങളുടെ എല്ലാം പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പല ക്രിസ്ത്യാനികളും ഒന്നും ഈ ലേഖനങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കുന്നേയില്ല. ഇതിൽ മറഞ്ഞിരിക്കുന്ന, ഇതിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ആ വലിയ നിധികളൊന്നും അവർക്ക് കാണാൻ ആത്മീയ ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. വീണ്ടും ജനിച്ച ഇവരോട് പത്രോസ് പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിപ്പി. ഒരു കാലത്ത് ഇവർ കുടിച്ചിരുന്നത് പാരമ്പര്യമെന്ന വിഷമാണ്. അത് നരകത്തിലേക്ക് കൊണ്ടുപോകും, പാരമ്പര്യമെന്ന വിഷം കുടിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇവരോട് പറയുന്നത്, ഏത് വചനമാണോ നിങ്ങൾക്ക് വീണ്ടും ജനനം തന്നത്, അതേ വചനം ഇനിയും നിങ്ങൾ പാനം ചെയ്ത്, ദുരുപദേശങ്ങളല്ല, ഏതോ ട്രഡീഷനല്ല, മായമില്ലാത്ത ഈ പാൽ നിങ്ങൾ കുടിക്കണം ആത്മീയമായിട്ട് വളരുവാൻ. ഒരു കുഞ്ഞ് ജനിച്ചു, വളരെ സന്തോഷമാണ്. പക്ഷേ കുഞ്ഞിന് ശുദ്ധമായ പാൽ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ കുഞ്ഞിന് ലഭിക്കുന്നത് മായം ചേർത്ത പാലാണെങ്കിൽ ദഹനക്കേട്, പല രോഗങ്ങളും വരും. ഇതുപോലെ വചനത്താൽ വീണ്ടും ജനിച്ച ഒരു സഹോദരന്, ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് എന്താണ്? ഏതോ സഭയിലെ മറ്റു പാരമ്പര്യങ്ങളല്ല ലഭിക്കേണ്ടത്. വചനവിരുദ്ധങ്ങളായ ചടങ്ങുകൾ, ആചാരങ്ങളല്ല വീണ്ടും ജനിച്ചൊരു വിശ്വാസിക്ക് കിട്ടേണ്ടത്. ഇന്ന് ചില സഭകളിൽ ചില വിശ്വാസികൾ വചനം കേട്ട് വീണ്ടും ജനിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അവർ ആ പാരമ്പര്യ സഭയൊന്നും ഉപേക്ഷിക്കാത്തത് കൊണ്ട് പിന്നെ അവർ വീണ്ടും മായം ചേർത്ത ആ പഴയ പാല് തന്നെയാണ് കുടിക്കുന്നത്. ബൈബിളിൽ കാണാത്ത ജപങ്ങളും മാലകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണാനില്ല, കുട്ടി ചത്തുപോയി. കാരണം എന്താണ്? വീണ്ടും ജനിച്ചതല്ലേ? അതെ, ജനിച്ചത് തന്നെയാണ്. പക്ഷെ കുടിച്ചതെന്താണ്? വീണ്ടും ജനിച്ച കുട്ടി വചനമെന്ന മായമില്ലാത്ത പാലാണ് കുടിക്കേണ്ടത്. പക്ഷേ ഈ കുട്ടിക്ക് കിട്ടിയത് എന്താണ്? ആ കുട്ടി ആ ട്രഡീഷൻ ഒന്നും ഉപേക്ഷിക്കാതെ വീണ്ടും ജനിച്ചത് ശരിയായിരുന്നുവെങ്കിലും വീണ്ടും മായം ചേർത്ത പാല്, വചനവിരുദ്ധങ്ങളായ ഒരുപാട് ജപങ്ങളും മാലകളും ട്രഡീഷൻസും അനുഷ്ഠാനങ്ങളും വിജാതീയ ആചാരങ്ങളും ഒക്കെ, ഇങ്ങനെയുള്ള മായം ചേർത്ത പാല് സമൃദ്ധമായി കുട്ടിയുടെ വായിൽ ഒഴിച്ചതുകൊണ്ട് കുട്ടി ആത്മീയമായി മരിക്കാൻ തുടങ്ങി. അത് സംഭവിക്കരുത്. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചത് എന്താണ്? പുല്ലുവാടി പൂവുതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. വേറെ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. സഭാ ട്രഡീഷനോ സഭാപ്രബോധനമോ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പോലും വീണ്ടും ജനിക്കുകയില്ല. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മറ്റൊന്നിനും വീണ്ടും ജനനം തരാനുള്ള കഴിവില്ല. ഏത് സഭാ പാരമ്പര്യം, ആചാരാനുഷ്ഠാനങ്ങൾ, ഭയങ്കര ആഘോഷങ്ങൾ നടത്തിയാലും അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പോലും വീണ്ടും ജനിക്കുകയില്ല. എന്നാൽ വീണ്ടും ജനിച്ചിട്ട് പിന്നീട് ഈ വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ തന്നെ മുറുകെ പിടിച്ചാലോ, പിന്നെ വീണ്ടും ജനനമൊന്നും, പിന്നെ കുഞ്ഞിനെ കാണാനില്ല. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിപ്പിൻ. അങ്ങനെ ഉപേക്ഷിച്ച പാരമ്പര്യങ്ങളിലേക്ക് പോകാതെ, പാപങ്ങളിലേക്ക് പോകാതെ, എല്ലാ ചതിവും വ്യാജഭാവവും സകല ദുഷ്ടതയും മാറ്റി ഈ മായമില്ലാത്ത പാൽ അതെവിടെ കിട്ടും? ബൈബിളിലുണ്ട്. ഇതാണ് 100% ശുദ്ധമായ പാൽ, ബൈബിളിലുണ്ട്. അത് പാനം ചെയ്യുകയാണെങ്കിൽ ആത്മീയമായി മരിക്കാതെ ആത്മീയ വളർച്ച പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധിക്കും. അല്ല, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും വചനവിരുദ്ധങ്ങളായ ഏതോ സഭാ പാരമ്പര്യങ്ങളും സമുദായ പാരമ്പര്യങ്ങളും ഒക്കെയാണ് ആചരിക്കുന്നതെങ്കിൽ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നിങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ പണ്ട് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക് പോകരുത്. മായമില്ലാത്ത പാൽ കുടിക്കണം. അത് ബൈബിളിലുണ്ട്.
ആരുടെയും വ്യാഖ്യാനത്തിന് പോകാതെ ഈ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് അതേപടി വിശ്വസിക്കുവാൻ സാധിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. രേഷ്മയുടെ അമ്മ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചുകൂടി അങ്ങയുടെ വചനം കേൾക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിനായി തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. ഈ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനം കേൾക്കുക മാത്രമല്ലാതെ ഞങ്ങൾ അത് പ്രവൃത്തിയിൽ വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കായും നന്ദി പറയുന്നു. അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അങ്ങയുടെ വരവിൽ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ മക്കളാക്കി തീർത്ത സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ശരീരം തകർത്ത് അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. കർത്താവ്, ദൈവമക്കളായ പല വിശ്വാസികൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. അവർക്കെല്ലാം രോഗസൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേകർ പട്ടിണിയും പലതരത്തിലുള്ള പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങേ ഇഷ്ടപ്രകാരം അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകണം. അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അവസാനം വരെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വരണമേ. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്